പലരും ഇപ്പോൾ സംസാരിക്കുന്നത് ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകളുടെ ആ ഒരു തളർച്ചയെ കുറിച്ചാണ്. അവയുടെ വില പുതിയ ഉയരങ്ങളിലെത്തിയ ഒരു സാഹചര്യങ്ങൾ നമ്മൾ കണ്ടു. എന്നാൽ അതിനുശേഷം വളരെ വലിയ തളർച്ചയും കാണാൻ കഴിയും. അപ്പോൾ അത്രയൊന്നും ശ്രദ്ധ കിട്ടാത്ത അല്ലെങ്കിൽ വളരെയേറെ പ്രോഫിറ്റബിലിറ്റിക്ക് സാധ്യതയുള്ള നല്ല രീതിയിൽ കുതിച്ചു പായുന്ന മുന്നേറ്റം കൈവരിക്കാൻ കഴിവുള്ള മിഡ് ക്യാപ് ഓഹരികൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അവയുടെ പ്രോഫിറ്റബിലിറ്റി വളരെ കൂടുതലായിരിക്കും. റിസ്ക് ഉണ്ട് എങ്കിലും നല്ല മിഡ് ക്യാപ് ഓഹരികൾ നമ്മൾ സെലക്ട് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് നല്ല പ്രോഫിറ്റബിലിറ്റിക്ക് സാധ്യതയുണ്ട്. അവയുടെ വളർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ എൻട്രി കറക്റ്റ് ആണെങ്കിൽ വളരെ നല്ല ഒരു പ്രോഫിറ്റ് നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഈ വീഡിയോയിൽ അങ്ങനെയുള്ള ചില കമ്പനികളെയാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ രീതി ഉപയോഗിച്ച് ഞാൻ കണ്ടെത്തിയ 3 മിഡ് ക്യാപ് സ്റ്റോക്കുകളായിട്ടുള്ള ഡിക്സൺ ടെക്നോളജി, ലോറസ് ലാബ്, ഭാരത് ഫോർ എന്നീ സ്റ്റോക്കുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ചാർട്ടിലെ പാറ്റേണുകളും അതുപോലെ തന്നെ കമ്പനികളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കുന്ന ടെക്നിക്കലിയും അടിസ്ഥാനപരമായിട്ട് എന്തൊക്കെ ഘടകങ്ങളുണ്ടോ അതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണുക. 3 സ്റ്റോക്കുകളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് തനം സ്മാർട്ട് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. ഇപ്പൊ സ്റ്റോക്കുകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് മാർക്കറ്റിന്റെ ഒരു വലിയ ചിത്രം, ഒരു ബിഗ് പിക്ചർ നോക്കേണ്ടതുണ്ട്. ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സിറ്റുവേഷൻ ആണ് നമ്മളുള്ളത്. വലിയൊരു മുന്നേറ്റത്തിന് ശേഷം ചില പ്രധാന ലാർജ് ക്യാപ് ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകൾ വളരെ ക്രൗഡഡ് ആണ്. അവരുടെ വാല്യുവേഷൻ വളരെ സ്ട്രെച്ച്ഡ് ആണ്, അഥവാ എക്സ്പെൻസീവ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നിക്ഷേപകരെ യഥാർത്ഥ വാല്യൂവിനും വലിയ വളർച്ചാ സാധ്യതയുള്ള മിഡ് ക്യാപ് സ്റ്റോക്കുകളിലേക്കും ശ്രദ്ധ തിരിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാവാം. അതിന് എന്തുകൊണ്ട് മിഡ് ക്യാപ് എന്ന ഒരു ചോദ്യത്തിന് ഉത്തരം വളരെ സിമ്പിൾ ആണ്. അതായത് വലിയ ഭീമൻ കോർപ്പറേഷനുകളെ അപേക്ഷിച്ച് മാറുന്ന മാർക്കറ്റ് സാഹചര്യങ്ങളുമായിട്ട് വളരെ വേഗത്തിൽ പൊരുത്തപ്പെടാൻ ഈ കമ്പനികൾക്കാവും. ഈ കമ്പനികൾ പലപ്പോഴും അവരുടെ വളർച്ചയിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലായിരിക്കും. വെറുതെ വളരുന്നതിനപ്പുറം കാര്യമായിട്ടുള്ള പ്രോഫിറ്റബിൾ ആയിട്ട് മാറുന്ന ഒരു സമയം കൂടിയാണ്. ഇവിടെ ഏർണിംഗ്സിന് വളരെ വേഗത്തിൽ വളരാൻ സാധിക്കും. അതുപോലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക മുന്നേറ്റങ്ങളുടെ എല്ലാം ഹൃദയഭാഗത്താണ് ഈ കമ്പനികളുള്ളത്. PLI സ്കീം, പ്രതിരോധ രംഗത്തെ ആത്മനിർഭർ ഭാരത് പോലെയുള്ള ഒരുപാട് ഓപ്ഷൻസ് അവർക്ക് മുന്നിലുണ്ട്. ഘടകങ്ങളെല്ലാം ചേരുമ്പോൾ അടുത്ത വലിയ വിജയികളെ കണ്ടെത്താനുള്ള മികച്ചൊരു ഇടമായിട്ട് ഈ ഒരു മിഡ് ക്യാപ് സ്റ്റോക്കുകൾ മാറുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ സ്റ്റോക്കിലേക്ക് കിടക്കാം. ഡിക്സൺ ടെക്നോളജീസ്. ലിസ്റ്റിലെ ആദ്യത്തേത് ഇന്ത്യൻ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് സർവീസസ് രംഗത്തെ ഒരു അധികായനാണ് ഡിക്സൺ ടെക്നോളജീസ്. ടെക്നിക്കൽസിൽ നിന്ന് തുടങ്ങിയാൽ ഡിക്സൺ പോലെയുള്ള കമ്പനിയിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു ക്ലാസിക് പാറ്റേൺ, ഒരു നീണ്ട കൺസോൾട്ടേഷനിൽ നിന്നുള്ള ബ്രേക്ക് ഔട്ട് കണ്ടു കഴിഞ്ഞു. ഒരു വലിയ മുന്നേറ്റത്തിന് ശേഷമുള്ള വളർച്ചയുള്ള സ്റ്റോക്കുകൾ മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം ഒരു വലിയ വിലയുടെ പരിധിക്കുള്ളിൽ എങ്ങനെ ട്രേഡ് ചെയ്യാറുണ്ട്. ബിസിനസ് ഫണ്ടമെന്റൽസ് അതിന്റെ വാല്യുവേഷനിലേക്ക് എത്തും വരെ ഈ ഒരു സൈഡ് വേസ് മൊമെന്റം തുടരും. നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത് നല്ല ഹെവി വോളിയത്തോടു കൂടിയുള്ള ഒരു ശക്തമായിട്ടുള്ള ബ്രേക്ക് ഔട്ട് ആണ്. ഒരു വലിയ സ്ഥാപനങ്ങൾ വീണ്ടും ഈ സ്റ്റോക്കിൽ താല്പര്യം കാണിച്ചു തുടങ്ങി എന്നതിന്റെ ഒരു സൂചനയായിട്ട് നമുക്ക് ഇതിനെ കാണാം. ഒരു പുതിയ അപ്ട്രെൻഡിന്റെ തുടക്കമായിട്ട് കൂടി ഇതിനെ കാണാൻ കഴിയും. അങ്ങനെ വില അതിന്റെ പ്രധാനപ്പെട്ട ലോങ് ടേം മൂവിംഗ് ആവറേജിന് മുകളിൽ ട്രേഡ് ചെയ്യുന്നത് അതിന്റെ അടിസ്ഥാന ശക്തിയെ ഉറപ്പിക്കുന്നു. പക്ഷേ ഫണ്ടമെന്റൽസ് കൂടി നമുക്ക് നോക്കി പോകാനുണ്ട്. ഡിക്സന്റെ കാര്യത്തിൽ എന്തിന് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം വളരെ ശക്തമാണ്. ഗവൺമെന്റിന്റെ PLI സ്കീംസിന്റെ പ്രധാന ഗുണഭോക്താവാണ് കമ്പനി. പ്രത്യേകിച്ചും മൊബൈൽ ഫോണുകളുടെയും മറ്റ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെയും കാര്യത്തിൽ സാംസങ്, ഷവോമി, HP തുടങ്ങിയ ഭീമൻ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾക്ക് പിന്നിലുള്ള എഞ്ചിൻ ഡിക്സൺ ആണ്. ഇവിടുത്തെ ഏറ്റവും വലിയ കഥ മേക്ക് ഇൻ ഇന്ത്യ, ചൈന +1 എന്നീ ആശയങ്ങളുടെ സംഗമമാണ്. ആഗോള സപ്ലൈ ചെയിനുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ബിസിനസ് പിടിച്ചെടുക്കാൻ ഏറ്റവും മികച്ച സ്ഥാനത്താണ് ഡിക്സൺ നിൽക്കുന്നത്. അവർ മൊബൈൽ ഫോണുകൾ മാത്രമല്ല LED ടിവികൾ, വാഷിംഗ് മെഷീൻ, ലാപ്ടോപ്പുകൾ, ടെലികോം ഉപകരണങ്ങൾ എന്നിവ നിർമ്മിക്കാനുള്ള ശേഷി അതിവേഗം വളർത്തുകയാണ്. സാധാരണഗതിയിൽ ഇത്തരം സ്റ്റോക്കുകൾ ഹൈ PE റേഷ്യോയിലായിരിക്കും ട്രേഡ് ചെയ്യുക. ഇത്തരം ഒരു വാല്യുവേഷൻ ന്യായീകരിക്കപ്പെടണമെങ്കിൽ കമ്പനിക്ക് അതിന്റെ വരുമാനം വർഷത്തിൽ 25% വളർത്താൻ കഴിയണം. അവിടെ വർദ്ധിച്ചു വരുന്ന ഓർഡർ ബുക്കും പുതിയ സംരംഭങ്ങളും അത് സാധ്യമാക്കും എന്ന് തന്നെയാണ് നമുക്ക് സൂചന തരുന്നത്. തീർച്ചയായിട്ടും ചില റിസ്കുകൾ ഉണ്ട്. പ്രധാനപ്പെട്ട ഒന്ന് കസ്റ്റമർ കോൺസെൻട്രേഷൻ ആണ്. അതായത് വരുമാനത്തിന്റെ വലിയൊരു ഭാഗം കുറച്ച് ക്ലയന്റുകളിൽ നിന്ന് മാത്രം വരുന്നതാണ്. മറ്റൊന്ന് എക്സിക്യൂഷൻ ആണ്. ഇത്രയും വേഗത്തിൽ ബിസിനസ് വികസിപ്പിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും പിഴവ് സംഭവിച്ചാൽ അത് ലാഭത്തെ ബാധിക്കും. എന്നാൽ ദീർഘകാല കാഴ്ചപ്പാടുള്ള നിക്ഷേപകർക്ക് ഇന്ത്യൻ മാനുഫാക്ചറിംഗ് സ്റ്റോറിയിൽ നിക്ഷേപിക്കാനുള്ള ഒരു വലിയ മാർഗമായിട്ട് ഡിക്സൺ ടെക്നോളജീസിനെ കാണാം. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റോക്കിലേക്ക് കിടക്കാം. ലോറസ് ലാബ്. ഫാർമ സെക്ടറിൽ നിന്നുള്ള ശ്രദ്ധേയമായിട്ടുള്ള മിഡ് ക്യാപ് ഓഹരിയാണ് ലോറസ് ലാബ്സ്. ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ്, അതായത് API നിർമ്മാണത്തിൽ ആഗോളതലത്തിൽ തന്നെ വളരെ ശക്തമായിട്ടുള്ള സ്ഥാനത്തുള്ള കമ്പനിയാണ്. അവരുടെ ടെക്നിക്കൽസിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ലോറസ് ലാബിന്റെ ചാർട്ട് ക്ലാസിക് ട്രെൻഡ് റിവേഴ്സൽ സ്റ്റോറിയാണ്. ഏതാണ്ട് 2 വർഷത്തോളം നീണ്ട കറക്ഷനും ഒരു കൺസോൾട്ടേഷനും ശേഷം സ്റ്റോക്ക് ഇപ്പോൾ അതിന്റെ വളരെ ശക്തമായിട്ടുള്ള തിരിച്ചുവരവിന്റെ പാതയിലാണ് ഇപ്പോൾ ഉള്ളത്. ഒരു നീണ്ട കാലത്തെ ഡൗൺ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത്
ഇപ്പോൾ ഒരു ഹയർ ഹൈസ് ഹയർ ലോസ് എന്ന പാറ്റേൺ അങ്ങനെ ഉണ്ടാക്കി മുകളിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമുക്കിവിടെ കാണാൻ കഴിയും. ഈ ഒരു മൂവ്മെന്റ് നമുക്ക് കഴിഞ്ഞ കുറച്ച് നാളത്തെ ആ ഒരു ഡൗൺ ട്രെൻഡും അതിനുശേഷമുള്ള ആ ഒരു കൺസോൾട്ടേഷനും വീണ്ടുമുള്ള അപ് ട്രെൻഡും നമുക്കിവിടെ കാണാൻ കഴിയും. ഈ ഒരു മൂവ്മെന്റിൽ നമുക്ക് ആ ഒരു സ്റ്റോക്കിനെ ക്യാപിറ്റലൈസ് ചെയ്യാൻ കഴിഞ്ഞാൽ, സ്റ്റോക്കിൽ എൻട്രി ചെയ്യാനും അതിന്റെ ഒരു മൊമെന്റം ക്യാപിറ്റലൈസ് ചെയ്യാനും കഴിഞ്ഞാൽ നല്ലൊരു പോസിബിലിറ്റി ഉണ്ട്. നീണ്ട കാലത്തെ ഡൗൺ ട്രെൻഡ് ബ്രേക്ക് ചെയ്ത് ഹയർ ഹൈസ് ഹയർ ലോസ് എന്ന പാറ്റേൺ ഉണ്ടാക്കുന്നത് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു. അപ് ട്രെൻഡിന്റെ ഒരു തുടക്കം നമുക്കിവിടെ കാണാൻ കഴിയും. സ്റ്റോക്ക് അതിന്റെ 50-day 200-day മൂവിംഗ് ആവറേജിന് മുകളിൽ ട്രേഡ് ചെയ്യുന്നു എന്നത് മുന്നേറ്റത്തെ കൂടുതൽ ശക്തമാക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ടെക്നിക്കലി ഈ ഒരു തിരിച്ചുവരവ് ഉണ്ടായത് എന്ന് കൂടി നമുക്ക് നോക്കാം. കമ്പനിയുടെ ഫണ്ടമെന്റൽസിൽ ആ ഒരു ഡേറ്റ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു സാധാരണ API കമ്പനിയിൽ നിന്ന് ഉയർന്ന മാർജിനുള്ള ഡൈവേഴ്സിഫൈഡ് CDMO അഥവാ കോൺട്രാക്ട് മാനുഫാക്ചറിംഗ് ശക്തിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്നാമതായിട്ട് China +1 സ്ട്രാറ്റജിയാണ്. ആഗോള ഫാർമ കമ്പനികൾ അവരുടെ സപ്ലൈ ചെയിൻ ചൈനയ്ക്ക് പുറത്തേക്ക് മാറ്റാൻ ശ്രമിക്കുമ്പോൾ ലോറസ് ലാബ് അതിന്റെ പ്രധാന ഗുണഭോക്താവായിട്ട് മാറുകയാണ്. രണ്ടാമത്തെ പ്രധാന കാരണം കമ്പനി കുറച്ച് വർഷങ്ങളായിട്ട് നടത്തിയ വലിയ തോതിലുള്ള ഒരു ക്യാപെക്സ്, അതായത് അവരുടെ ഒരു കപ്പാസിറ്റിയിലുള്ള വർധനമാണ്. ഇപ്പോൾ അവര് വരുമാനമായിട്ട് അവരുടെ ആ ഒരു നിക്ഷേപം മാറ്റിയെടുക്കാൻ കഴിഞ്ഞു. ഇത് കമ്പനിയുടെ സാമ്പത്തിക കണക്കുകളൊക്കെ നോക്കുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. കമ്പനിയുടെ CDMO ബിസിനസ് അതിവേഗം വളരുകയും മൊത്തം വരുമാനത്തിന്റെ പങ്ക് 15% നിന്ന് 30% ഇരട്ടിയാവുകയും ചെയ്തു. ഉയർന്ന മാർജിനുള്ള ബിസിനസ് വളരുന്നത് കമ്പനിയുടെ മൊത്തത്തിലുള്ള ലാഭം വർദ്ധിപ്പിക്കുകയാണ്. ഫിനാൻഷ്യൽ 26 കണക്ക് പ്രകാരം EBITDA മാർജിൻ ഏതാണ്ട് 26.8 ആയിട്ട് ഉയർന്നിട്ടുണ്ട്. മൊത്തത്തിൽ കമ്പനിയുടെ ആ ഒരു പ്രവർത്തന മികവ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. റിസ്കുകളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ഫാർമ കമ്പനികൾക്ക് എപ്പോഴും റെഗുലേറ്ററി റിസ്കുകൾ ഉണ്ട്. US FDA ഇൻസ്പെക്ഷനിലെ പിഴവുകൾ ബിസിനസിനെ ബാധിക്കാം. കൂടാതെ കമ്പനി ഇപ്പോഴും വരുമാനത്തിനായിട്ട് ഒരു പരിധിവരെ ARV ബിസിനസിനെ ആശ്രയിക്കുന്നുണ്ട്. എന്നാൽ CDMOയിലേക്കുള്ള മാറ്റം ഈ ഒരു റിസ്ക് കുറച്ചു കൊണ്ടുവരുന്നു. എന്നിരുന്നാലും ഒരു ബിസിനസ് ട്രാൻസ്ഫോർമേഷൻ സ്റ്റോറിയിൽ വിശ്വസിക്കുന്നവർക്ക് ലോറസ് ലാബ് മികച്ചൊരു അവസരം നമുക്ക് മുന്നിലേക്ക് എത്തിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു ചാർട്ടിൽ നമുക്ക് ആ ഒരു കമ്പനിയുടെ മൊത്തം മൊമെന്റം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് മുന്നിലുള്ളത്. ഇനി അടുത്ത ഒരു സ്റ്റോക്കിലേക്ക് കിടക്കുകയാണ് ഭാരത് ഫോർജ്. ഇൻഡസ്ട്രിയൽ രംഗത്തെ ഒരു യഥാർത്ഥ ഭീമനാണ് ഭാരത് ഫോർജ്. ഡിഫൻസ്, ഓട്ടോ സെക്ടറുകളിലെ ഒരു ക്ലാസിക് പ്ലേ ആണ്. ടെക്നിക്കൽസ് നോക്കിയാൽ ഭാരത് ഫോർജ് പോലെ വലിയ മുൻനിരയിലുള്ള കമ്പനിക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പാറ്റേൺ ലോങ് ടേം ബേഴ്സ് ബ്രേക്ക്ഔട്ട് ആണ്. അതായത് ഏകദേശം 18 to 24 മന്ത് വരെ കാര്യമായിട്ടുള്ള മുന്നേറ്റമൊന്നും ഇല്ലാതെ ഒരു നിശ്ചിത റേഞ്ചിനുള്ളിൽ മാത്രം ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് ഈ റേഞ്ചിന് മുകളിൽ വലിയൊരു വോളിയത്തോടെ ക്ലോസ് ചെയ്യുമ്പോഴാണ് ബ്രേക്ക്ഔട്ട് സംഭവിക്കുന്നത്. പലപ്പോഴും സ്റ്റോക്ക് ഒരു പഴയ റേഞ്ചിന്റെ മുകളിൽ റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് വരാൻ സാധ്യതയുണ്ട്. അവിടെ ഒരു സപ്പോർട്ട് എടുത്ത് തിരികെ കയറുകയാണെങ്കിൽ പുതിയ ട്രെൻഡിന്റെ ശക്തമായിട്ടുള്ള ഒരു കൺഫർമേഷൻ ആണ്. കൂടാതെ വില അതിന്റെ എല്ലാ പ്രധാന മൂവിംഗ് ആവറേജുകൾക്കും മുകളിലായിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു മുന്നേറ്റത്തിന് പിന്നാലെ ഫണ്ടമെന്റൽ സ്റ്റോറി എന്താണ് എന്ന് കൂടി അറിയേണ്ടതുണ്ട്. ഭാരത് ഫോർജിന് 2 ശക്തമായിട്ടുള്ള എഞ്ചിനുകളുണ്ട്. ആദ്യത്തേത് അതിന്റെ പരമ്പരാഗത ഓട്ടോമോട്ടീവ് കോമ്പണന്റ്സ് ബിസിനസ് ആണ്. ഇന്ത്യയിലും വിദേശത്തുമുള്ള കൊമേഴ്ഷ്യൽ വാഹന വിപണിയിലെ ഉണർവ് ഇതിന് വലിയൊരു ഉത്തേജനം നൽകുന്നുണ്ട്. രണ്ടാമത്തെ എഞ്ചിൻ നിക്ഷേപകരെ ശരിക്കും ആവേശത്തിലാക്കുന്ന അതിന്റെ ഡിഫൻസ് ബിസിനസ് ആണ്. പ്രതിരോധ രംഗത്തെ ആത്മനിർഭർ ഭാരത് എന്ന ആശയത്തിന്റെ മുൻനിരയിലാണ് ഭാരത് ഫോർജ്. 2026 തുടക്കത്തിൽ കമ്പനിയുടെ ഡിഫൻസ് ഓർഡർ ബുക്ക് 11,000 കോടി കഴിഞ്ഞു. വർഷങ്ങളോളം വരുമാനം ഉറപ്പാക്കും. പ്രതിരോധ രംഗത്ത് ഇന്ത്യൻ ആർമിക്ക് വേണ്ട നിർണായകമായിട്ടുള്ള സിസ്റ്റങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് കേണയൻ വജ്ര പോലെയുള്ള ആർട്ടിലറി ഗണ്ണുകളുടെ പ്രോഗ്രാമുകളിലെ ഇവരുടെ പങ്കാളിത്തം, അതോടൊപ്പം വലിയ തോതിലുള്ള ആയുധങ്ങൾക്കുള്ള കോൺട്രാക്ടുകൾ ഇവയെല്ലാം ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. കവചിത വാഹനങ്ങൾ പോലെയുള്ള പുതിയ മേഖലകളിലേക്കും അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുകയാണ്. കമ്പനിയുടെ സാമ്പത്തിക ഭാവിയെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒന്നാണ് ഡിഫൻസിലെ ഈ ഒരു എൻട്രി. കാലക്രമേണ വരുമാനത്തിന് കൂടുതൽ ഭാഗം ഡിഫൻസിൽ നിന്ന് വരുമ്പോൾ കമ്പനിയുടെ മൊത്തത്തിലുള്ള ഓപ്പറേറ്റിംഗ് മാർജിനുകൾ മെച്ചപ്പെടും എന്ന ഒരു പ്രതീക്ഷയുണ്ട്. ഒരുപക്ഷെ 12 to 14% റേഞ്ചിലേക്ക് എത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ ഓട്ടോ മാർക്കറ്റിന്റെ ചാഞ്ചാട്ടങ്ങളും വലിയ സർക്കാർ ഡിഫൻസ് പ്രൊജക്ടുകൾ നടപ്പാക്കുന്നതിലെ വെല്ലുവിളികളുമാണ് ഇവിടുത്തെ പ്രധാന റിസ്കുകൾ. എന്നിരുന്നാലും ഭാരത് ഫോർജിന്റെ ഒരു ഡിഫൻസ് ശക്തി കേന്ദ്രമായിട്ടുള്ള ഈ ഒരു പരിവർത്തനം അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ദീർഘകാല ട്രെൻഡാണ്. അപ്പോൾ നമ്മുടെ ഒരു സ്ക്രീനിങ് റിസ്ക് ആൻഡ് ഫ്രെയിം വർക്ക് എന്താണ് എന്ന് നോക്കാം. തീർച്ചയായിട്ടും ഇതൊരു രഹസ്യമല്ല. ഏത് സ്ക്രീനിങ് ടൂൾ ഉപയോഗിച്ചും നിങ്ങൾക്ക് തുടക്കക്കാരെന്ന നിലയിൽ സിമ്പിളായിട്ട് സെർച്ച് ചെയ്യാവുന്നതാണ്. ഒന്നാമതായിട്ട് മികച്ച നിലവാരമുള്ള ബിസിനസ്സുകളെ നോക്കുക. 15% കൂടുതൽ റിട്ടേൺ ഓൺ ഇക്വിറ്റിയും 1-ൽ താഴെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോയുമുള്ള കമ്പനികളെ ഫിൽട്ടർ ചെയ്യുന്നത് നല്ലതാണ്. കമ്പനി ലാഭകരമാണെന്നും കടക്കണിയിലല്ലെന്നും ഉറപ്പാക്കാൻ ഇത് സഹായിക്കും. രണ്ടാമതായിട്ട് വളർച്ച നോക്കുക. കഴിഞ്ഞ 3 വർഷമായിട്ട് 15% കൂടുതൽ റവന്യൂ ഗ്രോത്ത് നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ ഇതൊരു മികച്ച ട്രാക്ക് റെക്കോർഡ് ഉറപ്പാക്കുകയാണ്.
അവസാനമായിട്ട് ഒരു ലളിതമായിട്ടുള്ള ടെക്നിക്കൽ ഫിൽട്ടർ സ്റ്റോക്കിന്റെ വില അതിന് 200 ഡേ മൂവിംഗ് ആവറേജിന് മുകളിലായിരിക്കണം. കൂടാതെ 50 ഡേ മൂവിംഗ് ആവറേജ് 200 ഡേക്ക് മുകളിലായിരിക്കണം. ഈ ഒരു ഗോൾഡൻ ക്രോസ് സെറ്റപ്പ് നിങ്ങൾ നോക്കുന്നത് ഒരു കൺഫേംഡ് അപ് ട്രെൻഡിങ്ങിലുള്ള സ്റ്റോക്കിനെയാണ് എന്ന് ഉറപ്പാക്കാൻ സഹായിക്കും. എന്നാൽ സ്റ്റോക്കുകൾ കണ്ടെത്തുന്നത് യുദ്ധത്തിന്റെ പകുതി മാത്രമാണ്. നിങ്ങൾ റിസ്ക് മാനേജ് ചെയ്തേ മതിയാവുള്ളൂ. മിഡ് ക്യാപ്സ് വളരെ വോളറ്റൈലാണ്. മാർക്കറ്റ് മോശമായാൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ 20% വരെ ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരു വ്യക്തിപരമായിട്ടുള്ള നിർദ്ദേശം എന്ന നിലയിൽ ഞാൻ എന്റെ പോർട്ട്ഫോളിയോയുടെ 10-12% കൂടുതൽ ഒറ്റ മിഡ് ക്യാപ്പിൽ നിക്ഷേപിക്കാറില്ല. എപ്പോഴും ഒരു സ്റ്റോപ്പ് ലോസ് ഉപയോഗിക്കുക. നിങ്ങളുടെ എൻട്രി വിലയിൽ നിന്ന് 8-10% താഴെയോ അല്ലെങ്കിൽ 50 ഡേ മൂവിംഗ് ആവറേജിന് പോലെയുള്ള പ്രധാന ടെക്നിക്കൽ ലെവൽസിന് താഴെയായിട്ട് ഫിക്സ് ചെയ്യാവുന്നതാണ്. ഒരു ലളിതമായിട്ടുള്ള സ്റ്റോപ്പ് ലോസിന് നിങ്ങളെ വലിയ നഷ്ടങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ കഴിയും. ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കടക്കാം. ശക്തമായിട്ടുള്ള ബിസിനസ് ഫണ്ടമെന്റൽസിന്റെയും ബുള്ളിഷ് ടെക്നിക്കൽസിന്റെയും മികച്ച മിശ്രിതമായിട്ടുള്ള 3 മിഡ് ക്യാപ് സ്റ്റോക്കുകളാണ് നമ്മൾ പരിശോധിച്ചത്. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എപ്പോഴും ബിസിനസ്സിൽ വ്യക്തമായിട്ടുള്ള ഒരു മെച്ചപ്പെടലിന്റെ പിൻബലമുള്ള ബ്രേക്ക്ഔട്ടുകൾക്കായിട്ട് നമ്മൾ നോക്കിയിരിക്കുക എന്നുള്ളതാണ്. ഒരു ചാർട്ട് പാറ്റേണിന് നിങ്ങൾ ഒരു ട്രേഡിലേക്ക് എത്താനുള്ള വഴി കാണിച്ചു തരാൻ കഴിയും. പക്ഷേ എന്നാൽ ആ ട്രേഡിൽ 2x 3x റിട്ടേണിന് വേണ്ടി ധൈര്യത്തോടെ പിടിച്ചു നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് കൺവിക്ഷൻ തരുന്നത് അതിന്റെ ഫണ്ടമെന്റൽ സ്റ്റോറിയാണ്. അപ്പൊ സ്റ്റോക്ക് നന്നായിരിക്കണം, സ്റ്റോക്കിന്റെ ഫണ്ടമെന്റൽ നന്നായിരിക്കണം. അതിനുശേഷം നമ്മൾ ഒരു ബ്രേക്ക്ഔട്ടിലേക്ക് ഉറ്റുനോക്കണം. ആ ഒരു ബ്രേക്ക്ഔട്ട് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ അത്ര കണ്ട് കോൺഫിഡന്റ് ആയിരിക്കണം സ്റ്റോക്ക് നമുക്ക് നല്ലൊരു ഔട്ട്പുട്ട് തരാൻ കപ്പാസിറ്റി ഉള്ള സ്റ്റോക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഏർണിംഗ്സ് ഗ്രോത്ത്, വർദ്ധിച്ചു വരുന്ന ഓർഡർ ബുക്ക്, മെച്ചപ്പെടുന്ന മാർജിനുകൾ, ഇവയെല്ലാം ആ ഒരു സ്റ്റോക്കിന്റെ ശക്തിയെ നമുക്ക് കാണിച്ചു തരുന്നു. അപ്പോൾ ഈ ഒരു അനാലിസിസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള കൂടുതൽ അനാലിസിസുകൾ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ അമർത്തുക. അതുപോലെ തന്നെ ചാനലിന്റെ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. അപ്പൊ അടുത്ത വീഡിയോ മിസ്സാവാതിരിക്കാൻ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയേക്കണേ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇപ്പോഴത്തെ ഈ 3 മിഡ് ക്യാപ് സ്റ്റോക്കുകളിൽ ഏതാണ് ഔട്ട് പെർഫോം ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന വേറെ ഏതെങ്കിലും മിഡ് ക്യാപ് സ്റ്റോക്കുകൾ കൂടുതൽ പെർഫോം ചെയ്യും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും കമന്റുകളായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു. കൂടുതൽ മാർക്കറ്റ് അനാലിസിസുകളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.